നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വീണ്ടും പ്രവാസികളെ കുടുക്കാൻ ഗൾഫ് രാഷ്ട്രം. മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഏറെ സങ്കീർണമായ നിബന്ധനകളാണ് കുവൈറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് സ്വദേശിവൽക്കരണം തന്നെയാണ്. ഇതിനോടകം തന്നെ നിരവധി പ്രവാസികളാണ് സ്വദേശിവൽക്കരണം മൂലം ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിയത്. വീണ്ടും പ്രവാസികൾക്ക് തിരിച്ചടി നൽകുന്ന മറ്റൊരു നിബന്ധന കൂടി കുവൈറ്റ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് 6 മാസത്തിലധികം രാജ്യത്തിന് പുറത്തു കഴിയുന്നവരുടെ ഇഖാമ അസാധുവാക്കുന്ന സംവിധാനം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുവൈറ്റ്. നിലവിൽ ഗാർഹിക ജോലിക്കാർക്ക് മാത്രമുള്ള നിബന്ധന മറ്റ് വിസ കാറ്റഗറികൾക്കും ബാധകമാക്കാനാണ് നീക്കം നടക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. 6 മാസത്തിൽ കൂടുതൽ കുവൈറ്റിന് പുറത്തു താമസിച്ചാൽ ഇഖാമ അസാധുവാക്കുന്ന നിയമം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് നേരത്തെ താൽക്കാലികമായി മരവിപ്പിച്ചത്. യാത്രാ നിയന്ത്രണങ്ങൾ കാരണം കുവൈറ്റിലേക്ക് മടങ്ങാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ വഴി ഇഖാമ പുതുക്കാനും അവസരം നൽകിയിരുന്നു. നിയന്ത്രണങ്ങൾ നീങ്ങി കുവൈറ്റിലേക്ക് വരാവുന്ന സാഹചര്യം ഒരുങ്ങിയതിനാൽ 2021 ഡിസംബർ 1 മുതൽ ഗാർഹിക ജോലിക്കാർക്ക് മാത്രമായി ഈ നിബന്ധന പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾ, ആശ്രിതർ, സെൽഫ് സ്പോൺസർഷിപ്പ് കാറ്റഗറിയിൽ പെടുന്നവർ എന്നിവർക്ക് കൂടി നിബന്ധന പുനഃസ്ഥാപിക്കാനാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ താമസകാര്യ വകുപ്പ് നീക്കം ആരംഭിച്ചത്. രാജ്യത്തെ കോവിഡ് സാഹചര്യം മെച്ചപ്പെടുന്ന സാഹചര്യത്തിലാണ് 6 മാസ നിബന്ധന പുനഃസ്ഥാപിക്കാൻ അധികൃതർ ഒരുങ്ങുന്നത്. നിലവിൽ സാധുവായ ഇഖാമ ഉള്ള ഗാർഹിക ജോലിക്കാർ അല്ലാത്തവർക്ക് 6 മാസം കഴിഞ്ഞാലും കുവൈറ്റിലേക്ക് വരുന്നതിന് തടസ്സമില്ല. ഇഖാമ കാലാവധി അവസാനിക്കാറായവർക്ക് കുവൈറ്റിൽ പ്രവേശിക്കാതെ തന്നെ ഓൺലൈൻ സംവിധാനത്തിലൂടെ പുതുക്കാമെന്നും ജനുവരിയിൽ അധികൃതർ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കൊമേഴ്ഷ്യൽ വിസിറ്റ് വിസയിൽ കുവൈറ്റിലെത്തിയ പ്രവാസികൾക്ക് അത് വർക്ക് പെർമിറ്റാക്കി മാറ്റുന്നതിന് അനുവദിച്ച അവസാന തീയതി നീട്ടിയിരിക്കുകയാണ്. വിസിറ്റ് വിസയിൽ എത്തിയ ശേഷം കുവൈറ്റിൽ തന്നെ കഴിയുന്നവർക്കാണ് ഈ സൗകര്യമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മൂസ സർക്കുലർ ഇറക്കിയതായി അൽ റായ് പത്രം റിപ്പോർട്ട് ചെയ്തു. വിസിറ്റ് വിസ വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാനുള്ള സമയം അടുത്ത മാസം 31 വരെയാണ് നീട്ടിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.